ഹായ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായിട്ടുള്ള സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് സാധാരണ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു വീഡിയോ അല്ല. നമ്മൾ ഇന്നൊരു റിപ്പയറിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലത്തെ ഒരു കുക്ക് ടോപ്പ്, അതായത് നമ്മൾ ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ട് സ്ലാബിൻ്റെ മുകളിൽ ഉപയോഗിക്കുന്ന കുക്ക് ടോപ്പ്. ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. കുറേ ആൾക്കാർ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ബർണറുകൾ എങ്ങനെ ക്ലീൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ പറയുന്നുണ്ട്. ബർണറുകൾ ക്ലീൻ ചെയ്യുന്നത് സോപ്പ്, അതായത് കുളിക്കുന്ന സോപ്പ് ഇതിൻ്റെ ചുറ്റും പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ബർണർ ക്ലീൻ ആകും. അതേപോലെ തന്നെ ഫ്ലെയിം കുറവാണെങ്കിൽ ഫ്ലെയിം കൂടും. പിന്നെ അതുപോലെ വിനാഗിരി, നാരങ്ങ ഇതൊക്കെ ഇട്ട് വേണമെങ്കിൽ നമുക്കിത് ക്ലീൻ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കംപ്ലൈൻറ്റ്, ഫ്ലെയിമിൻ്റെ കുറവിൻ്റെ കംപ്ലൈൻറ്റ് ഒക്കെ വരുന്നത് ബർണർ റിലേറ്റഡ് അല്ല. ബർണർ റിലേറ്റഡ് കംപ്ലൈൻറ്റ് വരുന്നത് മെയിനായിട്ട് യെല്ലോ ഫ്ലെയിം, മഞ്ഞ ഫ്ലെയിം അങ്ങനെ ആളി വന്നിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ അകത്ത് കരി പിടിക്കുന്നത്. അതാണ് ബർണർ റിലേറ്റഡ് ആയിട്ട് വരുന്ന കംപ്ലൈൻറ്റുകൾ. അതിനൊരിക്കലും സോപ്പോ വിനാഗിരിയോ ഇട്ട് ക്ലീൻ ചെയ്തുകൊണ്ടൊന്നും ഒരിക്കലും അതിൻ്റെ കംപ്ലൈൻറ്റ് മാറില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മിക്ക ആൾക്കാരും നമ്മളുടെ ഈ കുക്ക് ടോപ്പുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ പതുക്കെ മുകളിലേക്ക് ഉയർത്തിയും താത്തിയൊക്കെ ചെയ്യും. അതായത് ഇങ്ങനെയൊക്കെ പൊക്കി നമ്മൾ അടിവശമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, എല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് ഇതിൻ്റെ ട്യൂബ് കണക്ട് ചെയ്യുന്ന, അതായത് ഗ്യാസ് ട്യൂബ്. ഈ ഗ്യാസ് ട്യൂബ് കണക്ട് ചെയ്യുന്ന ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു നോസിലുണ്ട്. അതിനെ സ്വേൾ നോസിൽ എന്ന് പറയും, അങ്ങനെ റിവോൾവിങ് നോസിൽ എന്ന് പറയും. റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പ് നോസിലാണ്. അപ്പോൾ ഇത് മിക്കവാറും ആൾക്കാർ രണ്ടാമത് ചിലപ്പം ഈ ഒരു ട്യൂബൊക്കെ മാറ്റുന്ന സമയത്ത് ഒടിഞ്ഞു പോകാറുണ്ട്. ഈ ഒടിഞ്ഞു പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ നോസിൽ എന്ന് പറഞ്ഞ ഒരു സ്പെയർ പാർട്സ് വരുന്നത്. ഇത് നമ്മൾ ഇങ്ങോട്ട് കയറ്റുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും ഇതിൻ്റെ പ്രഷർ കൊടുക്കുന്നത് ചുമ്മാ അങ്ങോട്ട് തള്ളി കയറ്റുകയാണ് ചെയ്യുന്നത്. ചുമ്മാ അങ്ങോട്ട് തള്ളി കയറ്റുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇതൊരു ചെറിയൊരു റിങ്ങിൽ കിടക്കുന്ന ഒരു പാർട്ടാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പം നമ്മളൊരു ഓവർ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ഒടിഞ്ഞു പോകുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് ട്യൂബ് കയറ്റുമ്പോൾ എപ്പോഴും ഇതിൻ്റെ പുറകിൽ നിന്ന് കൈ നന്നായിട്ട് പ്രഷർ ചെയ്ത് പിടിച്ചിട്ട് വേണം ഇത് പുതിയ ട്യൂബ് ഉള്ളിലോട്ട് തള്ളിക്കയറ്റാൻ. അതിന് നമുക്കിപ്പോൾ എന്തെങ്കിലും ടൈറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധാരണയായിട്ട് നമുക്ക് സോപ്പ് ലിക്വിഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഈ ഒരു റൗണ്ട് ഭാഗം ഈ ഫ്രണ്ടിൽ മാത്രം തൂത്ത് കൊടുത്തിട്ട് ഇൻസെർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കണ്ടിട്ട് അഭിപ്രായവും പറയുക. എന്തെങ്കിലും വീഡിയോ ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ അതിൻ്റെ വീഡിയോ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ ഒരു കുക്ക് ടോപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, പറ്റുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ സോപ്പ് ഉപയോഗിച്ചിട്ടും വിനാഗിരി ഉപയോഗിച്ചിട്ടും ബർണർ ക്ലീൻ ചെയ്തിട്ട് ഫ്ലെയിം കൂടിയതായിട്ട് ആരുടെയെങ്കിലും പരിചയത്തിലോ അനുഭവത്തിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ യഥാർത്ഥ കംപ്ലൈൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോസിൽ നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് മാറ്റാമെന്നുള്ളതാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഇതാണ് ഇതിൻ്റെ നോസിൽ വരുന്ന ഭാഗം. അതായത് ഈ ഒരു പാർട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റണം. ഇതിൻ്റെ ഈ ഇത്രയും ഭാഗം ഒടിഞ്ഞു പോയി ഇതിൻ്റെ ഈ ഒരു ഭാഗമാണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റാനായിട്ട് നമുക്ക് വലിയ കോംപ്ലിക്കേഷനായിട്ട് ഒന്നും തന്നെ ഇല്ല. നമുക്ക് ചെറിയൊരു സ്പാനർ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിലിത് മാറ്റാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്യാസ് റെഗുലേറ്റർ എപ്പോഴും ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാതെ ഇതുമേൽ ഊരി പുറത്തേക്ക് എടുത്തിട്ട് റെഗുലേറ്റർ ഓണാണോ ഓഫാണോ എന്നുള്ളത് ഓഫാണെന്നുള്ളത് തന്നെ കൺഫേം ആക്കണതാണ്. അല്ലാതെ ഒരിക്കലും ചെയ്യരുത്. പിന്നെ അതുകൂടാതെ നമ്മൾ ഇവിടെ ഇത് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഗ്യാസ് ലീക്കേജ് ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ഫോം, അതായത് സോപ്പിൻ്റെ പദം ഉപയോഗിച്ച് മാത്രമേ ഇവിടെ നമ്മൾ ഈ ഒരു നോസിൽ മാറ്റിയതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും നമ്മൾ പ്രൊഫഷണൽസ് ചെയ്യുന്നത് പോലെ ഈ തീപ്പെട്ടി ഉരച്ചോ അല്ലെങ്കിൽ ലൈറ്റർ ഉപയോഗിച്ചിട്ടൊക്കെ ഒന്നും കത്തിച്ച് ചെക്ക് ചെയ്യാൻ നോക്കരുത്. അത് നമ്മൾ ഒരിക്കലും വീടുകളിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നമുക്കിത് എങ്ങനെ ഊരാൻ നോക്കാം. ഇതിനൊരു 14-15 ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. 14 ഇതിൻ്റെ നെറ്റിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് സ്പാനർ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അഡ്ജസ്റ്റബിളോ പിന്നെ അങ്ങനത്തെ ഏതെങ്കിലും ടൂൾ ഉപയോഗിക്കുക. ഇത് ജസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇത്തിരി ബലം കൊടുക്കേണ്ടി വരും. ഇത്തിരി ബലം കൊടുത്താൽ മാത്രമേ ഇത് കുറച്ച് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ടൈറ്റ് ഉണ്ടാവും, നല്ല ടൈറ്റ് ഉണ്ടാവും. ഇത് ഊരിയെടുത്തതിന് ശേഷം കണ്ടില്ലേ, ഒന്ന് അഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിമ്പിളായിട്ട് നമുക്കിത് ഊരിയെടുക്കാം. കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്കിത് ഊരിയെടുക്കാം.
ഇതാണ് ഇതിൻ്റെ ഈ ഒടിഞ്ഞു പോയ ഭാഗവും. ഇതൊരു പുതിയ സാധനം, ഇതിൻ്റെ മാറ്റാനുള്ള ഒരു സാധനമാണത്. ഇത് നമ്മൾ ക്ലീൻ ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് അതിനകത്ത് പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊട്ടിക്കളയുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, താൽക്കാലികമായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നതാണ്, ടെഫ്ലോൺ ടേപ്പാണ് ഇതിന് ത്രെഡ് മേലിടാൻ ഉപയോഗിക്കുന്നത്. ടെഫ്ലോൺ ടേപ്പ് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കതിൻ്റെ ഉള്ളിലോട്ട് ആ ത്രെഡിനകത്തേക്ക് കറക്റ്റായിട്ട് ഇടാൻ ടെഫ്ലോൺ ടേപ്പാണ് ചുറ്റുന്നത്. ടെഫ്ലോൺ ടേപ്പ് ശരിക്കും പ്ലംബിങ്ങിൻ്റെ ആവശ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ടെമ്പററി ആയിട്ട് നമ്മളിപ്പോൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിന് ശരിക്കും ചെയ്യേണ്ടത് നമ്മുടെ ഹൈ ടെമ്പറഡ് ആയിട്ടുള്ള സിലിക്കോൺ സീലൻ്റ് നമുക്ക് ലോക്കൽ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിട്ട് ചെയ്യാം. ഇതല്ലാന്നുണ്ടെങ്കിൽ ഷെല്ലാക്ക് എന്ന് പറഞ്ഞൊരു ഹാർഡ്വെയർ ഷോപ്പുകളിൽ ചെറിയൊരു ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. ആ ഷെല്ലാക്ക് ഒരു അതിൻ്റെ സൈഡിലൊരിത്തിരി നൂലും കൂടി ചുറ്റിയിട്ട് ഷെല്ലാക്ക് അതിൻ്റെ അകത്തേക്ക് വെച്ച് നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഇത് വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനൊരു ടെഫ്ലോൺ ടേപ്പ് ചുറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിലിക്കോൺ സീലൻ്റ്, ഗ്യാസ്കറ്റ് സീലൻ്റ്, അതായത് വണ്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ്കറ്റ് സീലൻ്റ് ഉണ്ട്. അത് ഹൈ ടെമ്പറഡ് ആണ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ത്രെഡാണ്, നേരെ തിരിച്ച് കയറ്റുക, ഉണ്ടല്ലേ, തിരിച്ച് കയറ്റി ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ട്യൂബ് കണക്ട് ചെയ്യാം. നമ്മൾ മുന്നേ ഊരിയത് ഒരു റിംഗ് സ്പാനർ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഊരിയത്. കാര്യം റിംഗ് സ്പാനർ ഉപയോഗിച്ചാൽ അത് ഈ ഒടിഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ടൈറ്റ് ചെയ്ത് ഗമ്മിട്ട് കയറ്റിക്കുന്നുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും. അപ്പോൾ ഈ ഡബിൾ എൻഡ് സ്പാനർ ഇട്ട് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഒന്നെങ്കിൽ അഴിയാൻ ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ സ്ലിപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ അഴിച്ച സ്ഥിതിക്ക് നമുക്കിത് ഡബിൾ എൻഡ് സ്പാനറോട്ട് ഇട്ട് ഇതിനെ മുറുക്കാം. ടെഫ്ലോൺ ടേപ്പ് ഇട്ടിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊരു പരിധി, ഒരു മാക്സിമം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് ഗ്യാസ് ട്യൂബ് കണക്ട് ചെയ്യാവുന്ന ഒരു കണ്ടീഷൻ ആയിട്ടുണ്ട്. ചിലപ്പോൾ ചില മോഡലുകൾക്ക് ഇതുപോലത്തെ ഒരു ബുഷ് വരും. ഇതിൻ്റെ കൂടെ കയറ്റിയിട്ട് ഇതിനകത്തേക്ക് ഇടുക. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ലീക്കേജും ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഈ ബുഷ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഗ്യാസ് ലീക്കേജ് ചെക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്യാസ് ലീക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഗ്യാസ് ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ അതിനെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നെങ്കിൽ ഷാമ്പു അല്ലെങ്കിൽ നമ്മളെ പാത്രം കഴുകുന്ന ലിക്വിഡ് സോപ്പ്, ഇതെടുക്കാം. ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ ഇത്രയും വെള്ളം എടുക്കുക, നമ്മളതിനകത്തേക്കൊന്ന് കുറച്ചൊന്ന് ഇറ്റിക്കുന്നു, നമ്മളത് കലക്കി വെക്കുന്നു. കലക്കി നമ്മൾ ശരിക്കും ഒന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുലുക്കുക. നന്നായിട്ട് കുലുക്കി കഴിയുമ്പോൾ ഇതുപോലൊരു ഫോം രീതിയിൽ ഇതിങ്ങനെ കിട്ടും. ഇങ്ങനെ ഈ ഒരു ഫോമാണ് നമുക്ക് ഈ ലീക്കേജ് ചെക്ക് ചെയ്യാനായിട്ട്. അതായത് ഈ ഒരു ഫോം ഇട്ട് കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടെങ്കിൽ അവിടുന്ന് ബബിൾ വരും. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഗ്യാസിൻ്റെ ട്യൂബ് കണക്ട് ചെയ്യുവാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഗ്യാസിൻ്റെ ട്യൂബ് ആദ്യമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് അതിൻ്റെ പുറകുവശം നന്നായിട്ട് പിടിക്കുക, പ്രഷർ കൊടുക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് കുത്തുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത് ഒടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിങ്ങനെ കുത്തുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ പുറകിൽ കൂടി പ്രഷർ കൊടുത്തിട്ട് കുത്തുക. സിമ്പിളായിട്ട് അത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഗ്യാസ് ലീക്കേജ്, അതായത് നമ്മളിപ്പോൾ ഈ ത്രെഡ് മേൽ ഇട്ടിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കണം. അതിനപ്പോൾ നമുക്ക് ഗ്യാസ് ലീക്കേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം ഈ നോസിൽ, അതായത് അടുപ്പിൻ്റെ നോസിൽ ഓഫ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത്രയും ഭാഗത്ത് പ്രഷർ നിൽക്കില്ല, നമുക്ക് കറക്റ്റ് ഗ്യാസിൻ്റെ ലീക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പം ഇത്രയും ഭാഗത്തുള്ള ലീക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ നോബ് എപ്പോഴും ഓഫ് ചെയ്തിട്ടേക്കണം. ശേഷം നമ്മൾ സിലിണ്ടർ ഓൺ ചെയ്തു. ഇത്രയും ഭാഗത്ത് ഇപ്പോൾ അതിൻ്റെ ഗ്യാസിൻ്റെ പ്രഷർ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഫോം എടുത്തിട്ട് നമുക്കിത് ഇവിടെ ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗ്യാസിൻ്റെ കണക്ട് ചെയ്തിരിക്കുന്ന ട്യൂബിനകത്ത് ലീക്ക് ഉണ്ടെങ്കിലും, അതിപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ടെഫ്ലോൺ ടേപ്പ് ഇട്ട ആ ഒരു ഭാഗത്ത് ലീക്ക് ഉണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ട് അവിടെ ഒരു ബബിൾ അടിക്കും. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇവിടെ ഈ ഭാഗത്തും നമ്മളിട്ട് ഫോം ഇട്ടിട്ടുണ്ട്, ഇവിടെയും നമ്മൾ ഫോം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനിയിപ്പം ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബബിൾ അടിച്ച് വരും. അപ്പോൾ നിലവിലിപ്പോൾ ഇവിടെ ബബിളൊന്നും അടിക്കുന്നില്ല, അപ്പോൾ ലീക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. അതായത് നമ്മൾ മുന്നേ പറഞ്ഞല്ലോ, സോപ്പിട്ടും അല്ലെങ്കിൽ ബർണറിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടി പറഞ്ഞല്ലോ. ഇനി ഫ്ലെയിം കുറയുന്നൊരു സാഹചര്യത്തിലാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ജസ്റ്റ് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. എന്നിട്ട് ഫ്ലെയിം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ
നമുക്ക് ഒന്നഴിച്ച് അതെങ്ങനെയാണ് റിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഞാനിവിടെ ഇതൊരു സ്റ്റിക്കർ അടിച്ചിരിക്കുന്നത് ഈ ഒരു അടുപ്പിൻ്റെ ബ്രാൻഡിൻ്റെ പേര് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചതാണ്. കാര്യം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അത് മറ്റൊരാൾ കണ്ടിട്ടൊരു ബുദ്ധിമുട്ടാകണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അല്ലാതെ വേറൊന്നുമല്ല കേട്ടോ ഈ സ്റ്റിക്കർ അടിച്ചിരിക്കുന്നത്. വേറൊരു ബ്രാൻഡ് ആയതുകൊണ്ടിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഡെമോ ചെയ്യാൻ വേണ്ടി വേറൊരു ബ്രാൻഡിൻ്റെ കുക്ക് ടോപ്പ് എടുത്തതാണ്. അപ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടാകണ്ട എന്ന് നമുക്കിതിപ്പോൾ ഒന്ന് കത്തിച്ച് നോക്കാം. നമ്മൾ ഇപ്പം ചെയ്തേക്കുന്ന കാര്യം ട്യൂബ് മാറ്റി ഇതിപ്പോൾ എന്താണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ലൈറ്ററാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, മറ്റേ നോർമൽ സിഗരറ്റ് ലൈറ്ററാണ് ഉപയോഗിക്കുന്നത്. ഫ്ലെയിം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോൻ്റെ ലൈറ്റ് കുറച്ചിട്ടേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അത്യാവശ്യം നല്ല ഫ്ലെയിം ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് താരതമ്യേന ചെറിയൊരു ബർണറാണ്, ഇത് വലിയ ബർണറാണ്. അപ്പോൾ ഈ ഒരു വലിയ ബർണറിനകത്ത് നമുക്ക് കത്തിച്ച് നോക്കാം. കണ്ടില്ലേ, വളരെ ഫ്ലെയിം ഇല്ല, ഫ്ലെയിം വളരെ കുറവായിട്ടാണ് നിൽക്കുന്നത്. മുമ്പ് ഇപ്പുറത്തെ ബർണർ കത്തിക്കുന്ന അതേ ഒരു ഫ്ലോയിൽ അത്രയും വലിയ ബർണറായിട്ട് കൂടി അതിനകത്തില്ല. ഇനി നമുക്ക് ആ ഒരു ബർണർ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ബർണർ നമുക്ക് എങ്ങനെയാണ് അത് കംപ്ലൈൻറ്റ് ക്ലിയർ ചെയ്യേണ്ടത്? ക്ലിയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സോപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ വിനാഗിരിലിട്ടിട്ടോ ഈ കംപ്ലൈൻറ്റ്, അതായത് ഇപ്പോൾ ഈ ഒരു വലിയ ബർണറിനാണ് നമുക്ക് കംപ്ലൈൻറ്റ് ഫ്ലെയിം കുറവായിട്ട് കാണുന്നത്. ചെറിയ ബർണറിന് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ഒരു ഭാഗത്തു കൂടിയാണ് ഇതിൻ്റെ ഗ്യാസ് ഇതിനകത്തേക്ക് വരുന്നത്. ഈ ഇഞ്ചക്ടർ, ഇതിനകത്തുള്ള ഗ്യാസ് സ്പ്രേ ചെയ്യുന്ന ജെറ്റ് അല്ലെങ്കിൽ ഇഞ്ചക്ടർ എന്ന് പറയും, അത് അടഞ്ഞു പോയിട്ടാണ് ഇതിനകത്ത് ഫ്ലെയിം കുറയുന്നത്. അല്ലാതെ ബർണർ, അതായത് ഈ ഒരു ബർണറിൻ്റെ പുറത്ത് ഉണ്ടായിരുന്ന അഴുക്ക് കൊണ്ടോ പൊടി കൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടിട്ടോ ഒന്നും അല്ല ഫ്ലെയിം കുറയുന്നത്, ഇതിൻ്റെ അകത്തുള്ള ജെറ്റ് ബ്ലോക്കായിട്ടാണ്. അപ്പം നമ്മൾ ചിലപ്പം ചില ആൾക്കാർ വീടുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ സൈക്കിൾ പമ്പൊക്കെ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് അടിക്കും. ഇവിടെ വെച്ച് അടിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ജെറ്റിൻ്റെ അകത്ത് ബ്ലോക്ക് ആയിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകും. പിന്നെ അവർ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം കത്തിക്കുമ്പോഴത്തേക്കും നല്ല ഫ്ലോയിൽ വർക്ക് ചെയ്യും. ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുവാണെങ്കിൽ ഇത് പിന്നെ അവിടെ കയറി ബ്ലോക്ക് ആവും, അത് പിന്നെ വർക്കാകില്ല ക്ലിയർ ആയിട്ട്. അപ്പോൾ ഇതിന് നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇതിനെ നമുക്ക് അഴിച്ച്, ഈ ഒരു സ്ക്രൂ കണ്ടില്ലേ, ഈ ഒരു സ്ക്രൂ ആണ് ഇതിൻ്റെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ക്രൂ അഴിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ജെറ്റ് നമുക്ക് കാണാൻ പറ്റും. ഈ ജെറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ഈസിയായി. ചിലതിന് ഇങ്ങനെ ആയിരിക്കില്ല, ചിലതിനകത്ത് നമുക്ക് ഇവിടെ ഒരു നെറ്റ് കൊടുത്തിട്ട് മുറുക്കുന്നതായിരിക്കും. ഈ നെറ്റ് കൊടുത്ത് മുറുക്കുന്നത് ഇവിടെയും ഇങ്ങനെ രണ്ട് സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ വരും. അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് കൈകാര്യം ചെയ്യാനായിട്ട്. ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്ഥലത്തും പിടിക്കുക, ഇവിടെ ഒരു സ്ഥലത്തും പിടിക്കുക, എന്നിട്ട് പതുക്കെ പുറകോട്ട് ഉണ്ടല്ലേ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ജെറ്റ് നേരെ പൊങ്ങി പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ പുറത്തേക്ക് വെക്കുക. ഇവിടെ വേറെ അഴിക്കാനോ മറ്റുള്ള ഭാഗങ്ങളൊന്നും അഴിക്കുകയൊന്നും വേണ്ട. ഇതിൻ്റെ സ്പാനറിൻ്റെ സൈസ് എന്ന് പറയുന്നത് ചിലതിന് 8 ആയിരിക്കും, ചിലതിന് 10 ആയിരിക്കും. ഇതിപ്പോൾ 9 സൈസാണ്. ഇത് കണ്ട, ഇതാണ് ഇതിൻ്റെ ഇഞ്ചക്ടർ ജെറ്റ് ഇത് എന്നൊക്കെ പറയുന്നതാണ്. ഇതിനകത്തുകൂടിയാണ് ഗ്യാസ് സ്പ്രേ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ജെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ബ്ലോക്ക് ഉണ്ടായിട്ടാണ് ഗ്യാസ് പുറത്തേക്ക് വരാത്തത്. അതിന് നമ്മൾ ബർണർ ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല. എയർ അടിച്ചു കഴിഞ്ഞാലും ആ താൽക്കാലികമായിട്ടുള്ള ഒരു ശാശ്വതമായ പരിഹാരം മാത്രമേ ഉണ്ടാവുള്ളൂ, ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യുക. ഇതിൻ്റെ ഈ വാൽവ് ജസ്റ്റ് ഒന്ന് തുറന്ന് ഗ്യാസ് കളയുക, ഫ്ലഷ് ചെയ്ത് കളയുക. അപ്പോൾ ഇതിനകത്തുള്ള പൊടി കാര്യങ്ങളൊക്കെ വെളിയിലോട്ട് പോയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ജെറ്റ് ക്ലീൻ ചെയ്യുക. ഈ ജെറ്റ് നമ്മളൊന്ന് ഊതിയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സേഫ്റ്റി പിന്നൊന്നും ഉപയോഗിക്കരുത്, വയറിൻ്റെ കഷ്ണം ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് ക്ലീൻ ചെയ്യാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ നമ്മുടെ നമ്മുടെയൊക്കെ വീടുകളിൽ ബാലൻസ് കിടക്കുന്ന അല്ലെങ്കിൽ വയറുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ വയർ, അതിൻ്റെ 2 നാരെടുക്കുക. 2 നാരെടുത്തിട്ട് ഇതിൻ്റെ ഈ ഹോളിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. കണ്ടില്ലേ, ഇത് നേരെ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുമ്പോട്ടും പുറകോട്ടും ആക്കിയതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്യുക. അതിന് ശേഷം ഒന്ന് ഊതിക്കളയുക. നമ്മൾ മുന്നേ എടുത്ത ടഫ്ലോൺ ടേപ്പ് എടുക്കുക, അല്ലെങ്കിൽ ത്രെഡ് സീലൻറ്റ് മറ്റേ സിലിക്കോൺ ഉണ്ടെങ്കിൽ അത് അടിക്കുക. ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് നമ്മുടെ കയ്യിൽ അന്നേരം അവൈലബിൾ ആയിട്ടുള്ള എന്താണോ അത് എടുക്കുക. ടെഫ്ലോൺ ടേപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചുകൂടി ബെറ്റർ സിലിക്കോൺ ആയിരിക്കും. ഇപ്പോൾ സാധാരണക്കാർ, ഇപ്പോൾ ഇതുപോലത്തെ ആൾക്കാർ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഈ ഇങ്ങനത്തെ ടേപ്പുകളും ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. മറ്റേ ഈ സിലിക്കോണും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ടെക്നീഷ്യൻസ് വരുമ്പോൾ അവരുടെ കയ്യിലാണ് ചിലപ്പോൾ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ
അത് ഇതിട്ടിട്ട് നേരെ നമ്മൾ മുമ്പേ ഫ്ലഷ് ചെയ്ത് കളഞ്ഞു. നേരെ ഇൻസെർട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് തിരിച്ചു കയറ്റാൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് അഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ 8-9 സ്പാനറോ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ സ്പാനർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും നമുക്ക് അഴിച്ച് ഇതുപോലെ റിപ്പയർ ചെയ്യാൻ പറ്റും. തിരിച്ച് അതുപോലെ ഇതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്യുക. ഇൻസെർട്ട് ചെയ്തതിന് ശേഷം നേരെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊരു സ്ക്രൂ ഊരിയിട്ടുണ്ടായിരുന്നല്ലോ, ആ സ്ക്രൂവിനെ തിരിച്ച് അതുപോലെ തന്നെ പിടിപ്പിക്കുക. പിന്നെ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ലൈറ്റർ അടിക്കുമ്പോഴത്തേക്കും സിഗരറ്റ് ലൈറ്ററൊന്നും കുഴപ്പമുണ്ടാവില്ല. ലൈറ്റർ അടിക്കുമ്പോൾ ചിലപ്പോൾ ബാക്ക് ഫയർ വന്നിട്ട് ഇവിടെയാണ് കത്തുന്നത്. പക്ഷേ ഇവിടെ കത്തുന്ന സമയത്ത് കുറേ ആൾക്കാർ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഗ്യാസ് ഇറങ്ങി സിലിണ്ടറിലേക്ക് പോയിട്ട് സിലിണ്ടർ പൊട്ടിത്തെറിക്കുമെന്ന്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഗ്യാസിൻ്റെ പ്രഷർ എപ്പോഴും മേളിലോട്ടേ നിൽക്കുകയുള്ളൂ. ഇവിടെ നിന്ന് ഗ്യാസിൻ്റെ പ്രഷറിൽ ഇങ്ങോട്ടാണ് ഗ്യാസ് വരുന്നത്, ഒരിക്കലും തിരിച്ചിറങ്ങി പോവില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം എന്താണ് ഇപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഏകദേശം വർക്കൗട്ടായോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ മാറ്റുമ്പോഴത്തേക്കാണ് ആ സ്വേൽ നോസിൽ ഒടിയുന്നത്. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കെയർഫുള്ളായിട്ട് അത് തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെ അതുകൂടാതെ നമ്മൾ കുറേ നാളൊക്കെ ഹോബൊക്കെ ഇതുപോലത്തെ കുക്ക് ടോപ്പൊക്കെ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചുക്കിലി എന്നൊക്കെ പറയുമ്പോൾ മാറാമ്പലി ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലെയിം വരുന്നത് യെല്ലോ ഫ്ലെയിം ആയിട്ടായിരിക്കും വരിക. ആന്തിക്കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരിക, ഭയങ്കര ഫ്ലെയിമായിട്ടൊക്കെ വരും. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നമുക്കിനി ഗ്യാസ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കത്തിച്ച് നോക്കാം എന്താണ് മുമ്പുണ്ടായിരുന്ന ഫ്ലെയിമിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത്. ആവും, അടിപൊളി. ഓക്കെ, ഫ്ലെയിം കണ്ടില്ലേ, നല്ല അടിപൊളി ഫ്ലെയിമായിട്ട് വരുന്നുണ്ട്. പിന്നെ പല ആൾക്കാർക്കും ഒരു ഡൗട്ടുണ്ട്, ഇപ്പം ഈ കാണുന്ന ചെറുതായിട്ട് ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന യെല്ലോ ഫ്ലെയിം, അതുകൊണ്ട് നമുക്കൊരിക്കലും കരി പിടിക്കില്ല. ഏത് അടുപ്പായാലും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതടുപ്പ് കത്തിച്ച് കഴിഞ്ഞാലും നമ്മൾ ചെറുതായിട്ടൊരു യെല്ലോ ഡോട്ട്സ് അടിക്കും. അതൊരു കംപ്ലൈൻ്റ് അല്ല. പക്ഷേ ഇപ്പം നമ്മൾ ആദ്യം ഓൺ ചെയ്യുമ്പോൾ ഒരു യെല്ലോ ഫ്ലെയിം കയറി വരുന്നില്ലേ, അത് വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കണ്ടിന്യൂസ് യെല്ലോ ഫ്ലെയിം കട്ട കുത്തി വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ, പാത്രത്തിൻ്റെ അകത്ത് കരി പിടിക്കുന്ന ഇഷ്യൂ ഉണ്ടാവുള്ളൂ. ചെറുതായിട്ട് ഡോട്ട്സ് വന്നാൽ ഒരിക്കലും പാത്രത്തിനകത്ത് കരി പിടിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ അടുപ്പിൻ്റെ ഇപ്പം എല്ലാം നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മുമ്പ് നമ്മളിവിടെ പറഞ്ഞ ഇത്രയും നേരം. നമുക്കിപ്പോൾ ബാക്ക് സൈഡിലുള്ള സ്വേൽ നോസിൽ മാറ്റുന്നത് എങ്ങനെയാണെന്നും ബർണറിൻ്റെ ആ ഒരു ഫ്ലെയിം ഇഷ്യൂ നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് വീഡിയോസ് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾക്കും കൂടി കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് അറിവുണ്ടാക്കാൻ പറ്റും. താങ്ക് യു.